ഇനി നമുക്ക് ഫോട്ടോഷോപ്പിലെ ഡ്രോയിംഗ് ടൂളുകളെ പരിചയപ്പെടാം. ഫോട്ടോഷോപ്പിലെ ഏറ്റവും പ്രധാനമായ ഡ്രോയിംഗ് ടൂളാണ് പെൻ ടൂൾ. ബ്രഷ് ടൂളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പെൻ ടൂൾ കൊണ്ട് വരയ്ക്കുന്നത്. ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് വരയുടെ ഡയറക്ഷൻ ക്രമീകരിക്കുന്നതിനും തുടർന്ന് വരയ്ക്കുന്നതിനും സാധിക്കുന്നു. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴുമുള്ള ഈ പോയിന്റിനെ ആങ്കർ പോയിന്റ് എന്നാണ് പറയുന്നത്. പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ച ഈ വരയെ ഫോട്ടോഷോപ്പിൽ പാത്ത് എന്നാണ് വിളിക്കുന്നത്. ഈ പാത്തിനെ ഒരു സെലക്ഷൻ ആക്കുന്നതിനായി പാത്തിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന ഈ വിൻഡോയിൽ മേക്ക് സെലക്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന മേക്ക് സെലക്ഷൻ എന്ന ഈ വിൻഡോയിൽ സെലക്ഷന് ആവശ്യമായ ഫെദർ കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പാത്ത് ഒരു സെലക്ഷൻ ആയി മാറുന്നതായി കാണാം. മറ്റ് ടൂളുകൾ ഉപയോഗിച്ചുള്ള സെലക്ഷൻ പോലെ തന്നെയാണ് ഈ സെലക്ഷനും. അതായത് ഇവിടെ കളർ ഫില്ല് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നു. പാത്തിനെ സെലക്ഷൻ ആക്കുന്നതിനായി കീബോർഡിൽ കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പെൻ ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഫ്രീ ഫോം പെൻ ടൂള് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് ബ്രഷ് ടൂൾ എന്ന പോലെ നമുക്ക് അനായാസം വരയ്ക്കുവാൻ സാധിക്കുന്നു. ഫ്രീ ഫോം പെൻ ടൂളിന്റെ മാഗ്നറ്റിക് എന്ന ഓപ്ഷൻ ഓൺ ആക്കിയാൽ ഇതുപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് ലാസോ ടൂൾ എന്നതുപോലെ ഒരു നിശ്ചിത കളർ ഏരിയയിലൂടെ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ പാത്തിനെ സെലക്ഷൻ ആക്കിയ ശേഷം നമുക്ക് മൂവ് ചെയ്യിക്കുവാനും വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് റെക്ടാങ്കിൾ, റൗണ്ടഡ് റെക്ടാങ്കിൾ, എലിപ്സ്, പോളിഗൺ, ലൈൻ തുടങ്ങിയ ഷേപ്പുകളും എടുത്ത് വരയ്ക്കാവുന്നതാണ്. കൂടുതൽ ഷേപ്പുകൾക്കായി കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്നും ആവശ്യമായ ഷേപ്പുകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതേ ഷേപ്പുകൾ തന്നെ നമുക്ക് ടൂൾ ബോക്സിൽ ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ എടുക്കുമ്പോൾ ഇതിന്റെ കോർണർ റേഡിയസ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ 1 എന്ന് കൊടുത്ത ശേഷം ഒന്ന് വരച്ചു നോക്കാം. ഇപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ കോർണർ റേഡിയസ് കൂടിയതായി നമുക്ക് കാണാൻ സാധിക്കും. പോളിഗൺ ടൂൾ എടുത്ത് വരയ്ക്കുമ്പോൾ അതിന്റെ സൈഡ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 5 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇപ്പോൾ ഈ പോളിഗണില് 5 വശങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ലൈൻ ടൂൾ എടുത്ത് വരയ്ക്കുമ്പോൾ അതിന്റെ വെയിറ്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ 2 എന്ന് കൊടുത്ത ശേഷം ഒന്ന് വരച്ചു നോക്കാം. ഇപ്പോൾ ഈ ലൈനിന്റെ വെയിറ്റ് കൂടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് വരയ്ക്കുന്ന ഈ ഷേപ്പിനെ കീബോർഡിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം എന്റർ ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ഷൻ ആക്കാൻ കഴിയുന്നതാണ്. ഈ സെലക്ഷനിൽ നമുക്ക് മനോഹരമായ നിറങ്ങൾ ഫില്ല് ചെയ്ത് ഡിസൈനുകൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഈ സെലക്ഷനെ നമുക്ക് സ്ട്രോക്ക് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി എഡിറ്റ് മെനുവിൽ സ്ട്രോക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ സ്ട്രോക്കിന് ആവശ്യമായ കളറ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം സ്ട്രോക്കിന്റെ വിഡ്ത് നമുക്കിവിടെ 4 എന്ന് കൊടുക്കാം. ഇനി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ സെലക്ഷന് ചുറ്റും ഒരു മനോഹരമായ സ്ട്രോക്ക് വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഏത് സെലക്ഷനെയും നമുക്ക് സ്ട്രോക്ക് ആക്കി മാറ്റാം. ഇനി നമുക്ക് പാത്തിനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പെൻ ടൂൾ ഉപയോഗിച്ച് ഒരു പാത്ത് വരയ്ക്കുമ്പോൾ നാം ക്ലിക്ക് ചെയ്യുന്ന ഓരോ പോയിന്റിനെയും
ആങ്കർ പോയിന്റ് എന്നാണ് പറയുന്നത്. വരച്ച ശേഷം ഈ ആങ്കർ പോയിന്റിനെ സെലക്ട് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഉള്ള ടൂളുകളാണ് പാത്ത് സെലക്ഷൻ ടൂൾ, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്നിവ. ഇനി നമുക്ക് പാത്ത് സെലക്ഷൻ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു പാത്തിനെ സെലക്ട് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നു. പാത്ത് സെലക്ഷൻ ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. പാത്ത് സെലക്ട് ചെയ്ത ശേഷം ഷോ ബൗണ്ടിംഗ് ബോക്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പാത്തിന് ചുറ്റും ഒരു ബൗണ്ടിംഗ് ബോക്സ് ആക്റ്റീവ് ആകുന്നത് കാണാം. ഈ നോഡുകളിൽ പിടിച്ച് ഈ പാത്തിനെ നമുക്ക് സ്കെയിൽ ചെയ്യുന്നതിനും റൊട്ടേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നു. ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഈ പാത്തിനെ മറ്റൊരു പാത്തുമായിട്ട് ആഡ് ചെയ്യുന്നതിനും സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനും ഇന്റർസെക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നു. രണ്ട് പാത്തുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി പാത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് രണ്ട് പാത്തും നാം സെലക്ട് ചെയ്യുക. ആഡ് ഷേപ്പ് ഏരിയ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം കമ്പൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് പാത്തും കൂടി ചേർന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പാത്തിൽ നിന്നും കുറച്ച് ഏരിയ മറ്റൊരു പാത്ത് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ പാത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ട പാത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഫ്രം ഷേപ്പ് ഏരിയ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കമ്പൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പാത്തിൽ നിന്നും കുറച്ച് ഏരിയ ബൂളിയൻ ചെയ്ത് പോയതായി കാണുവാൻ സാധിക്കുന്നതാണ്. ഈ പാത്തുകളുടെ ഇന്റർസെക്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ പാത്തുകൾ രണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇന്റർസെക്ട് ഷേപ്പ് ഏരിയ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കമ്പൈൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് പാത്തുകൾക്കിടയിലുള്ള ഇന്റർസെക്ട് ഏരിയ നമുക്ക് ലഭിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന ഈ ടൂളിന്റെ ഉപയോഗത്തെക്കുറിച്ച് പഠിക്കാം. ഈ ടൂൾ ഉപയോഗിച്ച് ഈ പാത്തിലെ ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുന്നതിനും അത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത ഈ ഷേപ്പിന് മാറ്റം വരുത്തുന്നതിനും ഉപയോഗിക്കുന്നു. കൂടാതെ ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഈ കൺട്രോളുകൾ ഉപയോഗിച്ചും ഒരു പാത്തിന്റെ ഡയറക്ഷനെയും ഘടനയെയും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടൈപ്പ് ചെയ്യുന്നതിനുള്ള ടൂളാണ് ഇവിടെ ഈ ടി എന്ന കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ക്യാറ്റ് ട്യൂട്ടോറിയൽസ് എന്നാണ് ടൈപ്പ് ചെയ്തത്. ടൈപ്പ് ചെയ്തതിൽ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് ബാറിൽ നിന്നും ടൈപ്പ് ചെയ്ത മാറ്ററിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ധാരാളം ഫോണ്ടുകൾ, അതുപോലെ ഇവിടെ ഇറ്റാലിക്, ബോൾഡ്, ബോൾഡ് ഇറ്റാലിക്, റെഗുലർ, ഇങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. ടൈപ്പ് ചെയ്തതിൻ്റെ സൈസ് മാറ്റുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിന്റെ ഇവിടെയാണ് നാം ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന്റെ സൈസ് ക്രമീകരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സൈസ്. നമുക്കിവിടെ 45 എന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെ ഷാർപ്പ്, ക്രിസ്പ്, സ്ട്രോങ്, സ്മൂത്ത്, ഇങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ടെക്സ്റ്റിന് കൊടുക്കാവുന്നതാണ്.
ആവശ്യമായ കളർ തിരഞ്ഞെടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ ടൈപ്പ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഈ നൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പിന് ആവശ്യമായ സ്റ്റൈൽ കൊടുക്കുന്നതിനാണ് ഈ ഓപ്ഷൻ. ഇവിടെ നൺ എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ആർക്ക് എന്ന സ്റ്റൈൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നാം ടൈപ്പ് ചെയ്തത് ഒരു ആർക്കിന്റെ ഷേപ്പിലായിട്ടുണ്ട്. ഇത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ഇതിന് താഴെയായി ഇതിന്റെ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണം ബെൻഡ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റോർഷൻ, വെർട്ടിക്കൽ ഡിസ്റ്റോർഷൻ, ഇങ്ങനെ. അതുപോലെ പലതരം സ്റ്റൈലുകൾ ഇവിടെ നമുക്ക് കാണാം. ബഡ്ജ്, ഫ്ലാഗ്, റൈസ്, ഷെൽ അപ്പർ, ഇങ്ങനെ പല രീതിയിൽ. ഇങ്ങനെ നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ സ്റ്റൈലുകൾ കൊടുക്കാവുന്നതാണ്. സ്റ്റൈലുകൾ കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ സ്റ്റൈൽ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോഴിവിടെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ പാരഗ്രാഫ് പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഈ പാരഗ്രാഫ് അറേഞ്ച് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+A പ്രസ് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം ഈ ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്ന് മാറ്റം ശ്രദ്ധിക്കുക. ഈ 3 ഓപ്ഷനുകളും ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റിനെ വിവിധ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ടൂളിന്റെ മറ്റ് ഓപ്ഷനുകൾ ലഭിക്കുന്നതിനായി ടെക്സ്റ്റ് ടൂളിന്റെ ടൈപ്പ് ടൂളിന്റെ മറ്റ് ഓപ്ഷനുകൾ ലഭിക്കുന്നതിനായി ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന്റെ ഫോണ്ട്, അതുപോലെ ടെക്സ്റ്റിന്റെ സൈസ്, ഇത് കൂടാതെ മറ്റു ചില ഓപ്ഷനുകൾ കൂടി ഈ വിൻഡോയിലുണ്ട്. അതായത് ടൈപ്പ് ചെയ്ത ലൈനുകൾ തമ്മിലുള്ള അകലം കൂട്ടുന്നതിനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള അകലം ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അകലം ക്രമീകരിക്കാവുന്നതാണ്. ഇതല്ലാതെ ഇവിടെ സെലക്ട് ചെയ്തും നമുക്ക് വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കാവുന്നതാണ്. ഇതിന് താഴെയുള്ള ഈ ഓപ്ഷൻ ഓരോ അക്ഷരങ്ങളും തമ്മിലുള്ള അകലം ക്രമീകരിക്കുന്നതിനുള്ളതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള അകലം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള അകലം ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന് കൊടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇവിടെ ടൈപ്പ് ചെയ്തും നമുക്ക് ആവശ്യത്തിന് അകലം ക്രമീകരിക്കാവുന്നതാണ്. നാം ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന്റെ വിഡ്ത്ത് ക്രമീകരിക്കുന്നതിനുള്ള ഓപ്ഷനാണ് ഇത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള വിഡ്ത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പാരഗ്രാഫിന്റെ വിഡ്ത്ത് കുറഞ്ഞതായി നമുക്ക് കാണാം. ഇങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം ഈ പാരഗ്രാഫിന്റെ വിഡ്ത്ത് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഈ ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാം, അതുപോലെ ഇറ്റാലിക്സ്, ടെക്സ്റ്റിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കാം, അതുപോലെ മറ്റു ഓപ്ഷനുകളായ അണ്ടർലൈൻ,
സബ്സ്ക്രിപ്റ്റ്, ഇൻസ്ക്രിപ്റ്റ് തുടങ്ങിയവ. ഈ വിൻഡോയിൽ തന്നെയുള്ള പാരഗ്രാഫ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നാം നേരത്തെ പറഞ്ഞതുപോലെ പാരഗ്രാഫിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇങ്ങനെ ഫോട്ടോഷോപ്പിൽ നമുക്ക് പല രീതിയിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഡീസെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ടൈപ്പ് ചെയ്ത ഭാഗം കാണാം. ശേഷം വേറെ ഏതെങ്കിലും ടൂൾ എടുത്ത് ടൈപ്പ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും ടൂൾ എടുത്ത് ടൈപ്പ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ ആണ് നാം ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെയുള്ള വെർട്ടിക്കൽ ടൈപ്പ് ടൂളിനെ കുറിച്ച് പഠിക്കാം. ഡോക്യുമെന്റിൽ വെർട്ടിക്കലായി ടൈപ്പ് ചെയ്യുന്നതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. വെർട്ടിക്കൽ ടൈപ്പ് ടൂളിന്റെ ഓപ്ഷൻസ് എല്ലാം ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂളിൻ്റെതുപോലെ തന്നെയാണ്. അതായത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ ഫോണ്ട് മാറ്റാം. അതുപോലെ ഇതിന്റെ സ്റ്റൈല്, സൈസ്, ഇവിടെ ഷാർപ്പ്, സ്ട്രോങ് എന്നിവ, അതുപോലെ ഇതിന്റെ കളർ, ഇങ്ങനെ എല്ലാ ഓപ്ഷനുകളും ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂളിന്റെയും വെർട്ടിക്കൽ ടൈപ്പ് ടൂളിന്റെയും ഒരേപോലെയാണ്. അടുത്തതായി നമുക്ക് ടൈപ്പ് ടൂളിലെ ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മാസ്ക് ഉണ്ടാകും. ഇവിടെ കാണുന്നത് പോലെ ഒരു മാസ്ക് ഉണ്ടാകും. അതിനുശേഷം സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ ക്യാറ്റ് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതിന്റെ ഫോണ്ട്, അതുപോലെ ഇതിന്റെ സ്റ്റൈൽ, സൈസ്, ഇങ്ങനെ എല്ലാം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അതിനുശേഷം മറ്റേതെങ്കിലും ഒരു ടൂൾ എടുത്ത് ടൈപ്പ് ടൂളിനെ ഡീസെലക്ട് ചെയ്യുക. ഇപ്പോൾ നാം ടൈപ്പ് ചെയ്ത ഭാഗത്ത് ഒരു സെലക്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിനെ സെലക്ഷൻ ആക്കുന്നതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഏതെങ്കിലും കളറോ ഗ്രേഡിയന്റോ ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതിനോ സാധിക്കുന്നു. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിനെ സെലക്ഷൻ ആക്കുന്നതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂളിന്റെ കൂടെയുള്ള വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂളും ഇതുപോലെ തന്നെ ഒരു സെലക്ഷൻ ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിലും നമുക്ക് ഇഷ്ടമുള്ള കളർ ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്യാം. ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം ഡോക്യുമെന്റിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഒരു ബോക്സ് ഉണ്ടാക്കാൻ കഴിയും. ഇതിനുള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം.
ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കി ടൈപ്പ് ചെയ്താൽ നാം ടൈപ്പ് ചെയ്യുന്ന ഭാഗം ഈ ബോക്സിനുള്ളിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ബോക്സിന്റെ ഈ കാണുന്ന നോഡുകളിൽ പിടിച്ച് നമുക്ക് ഈ ബോക്സ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഇങ്ങനെ ഈ ബോക്സിലല്ലാതെ ഒരു പാത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിനുള്ളിലോ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പെൻ ടൂൾ ഉപയോഗിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാത്ത് വരയ്ക്കുക. അതിനുശേഷം ടൈപ്പ് ടൂൾ എടുത്ത് പാത്തിന്റെ അരികിൽ കൊണ്ടുവരുമ്പോൾ ടൈപ്പ് ടൂളിന്റെ ഐക്കൺ ഇങ്ങനെ മാറുന്നത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി എന്ത് ടൈപ്പ് ചെയ്താലും ഈ പാത്തിൽ കൂടി ആയിരിക്കും. ഇങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പാത്തിൽ കൂടി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ടൈപ്പ് ചെയ്തതിൻ്റെയും ഫോണ്ട്, സ്റ്റൈൽ, സൈസ് എന്നിവ നമുക്ക് മാറ്റാവുന്നതാണ്. പാത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് പാത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നാം ടൈപ്പ് ചെയ്തതും ആ കൂടെ തന്നെ മാറുന്നതായിരിക്കും. ഒരു ഷേപ്പിനുള്ളിൽ ടൈപ്പ് ചെയ്യുന്നതിനായി ആദ്യം ഒരു ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം ടൈപ്പ് ടൂൾ എടുത്ത് ഈ ഷേപ്പിനടുത്ത് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഐക്കൺ ഇങ്ങനെ മാറുന്നത് കാണാം. ഷേപ്പിന്റെ ഉള്ളിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഐക്കണും, അതിന്റെ പുറത്ത് പാത്തിൽ കൂടെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ നേരത്തെ കണ്ടതുപോലുള്ള ഐക്കണുമായിരിക്കും കാണുക. ഷേപ്പിനുള്ളിൽ ടൈപ്പ് ചെയ്യുന്നതിനായി ഈ ഐക്കൺ വരുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ടൈപ്പ് ചെയ്താലും ഈ ഷേപ്പിനുള്ളിലായിരിക്കും കാണുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഷേപ്പിൽ മാറ്റം വരുത്തിയാൽ ടൈപ്പ് ചെയ്തതിലും ആ മാറ്റം നമുക്ക് കാണാം. ഈ രീതികളിൽ നമുക്ക് ഒരു പാത്തിലോ അല്ലെങ്കിൽ ഒരു ഷേപ്പിനുള്ളിലോ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണയായി മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനായി ISM, iLeap തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്കവയുടെ ഷോർട്ട് കട്ട് കീകൾ അറിയാമായിരിക്കണം. എന്നാൽ ഈ സോഫ്റ്റ്വെയറുകൾ കൂടാതെ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ക്യാരക്ടർ മാപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ക്യാരക്ടർ മാപ്പ് ഉപയോഗിച്ച് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനായി നമ്മുടെ കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ടുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ക്യാരക്ടർ മാപ്പ് ഓപ്പൺ ചെയ്യാം. ക്യാരക്ടർ മാപ്പ് ഓപ്പൺ ചെയ്യുന്നതിനായി സ്റ്റാർട്ട് മെനുവിൽ നിന്നും പ്രോഗ്രാംസ്, ഇവിടെ ആക്സസറീസിലെ സിസ്റ്റം ടൂൾസിൽ നിന്നും നമുക്ക് ക്യാരക്ടർ മാപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിത് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നമുക്ക് ക്യാരക്ടർ മാപ്പ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കീബോർഡിൽ ഇല്ലാത്ത സിമ്പലുകൾ ടൈപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാരക്ടർ മാപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫോണ്ട് എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്കൊരു മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിവിടെ നിന്നും ഒരു മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു മലയാളം ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഓരോ അക്ഷരത്തിലും സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സെലക്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അക്ഷരം ഇവിടെ ക്യാരക്ടേഴ്സ് ടു കോപ്പി എന്ന ഈ ബോക്സിൽ ലഭിക്കുന്നതാണ്.
നമുക്കിപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നമ്മൾ സെലക്ട് ചെയ്ത അക്ഷരം ഇപ്പോൾ ഈ ബോക്സിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലല്ലാതെ നമുക്ക് ആവശ്യമുള്ള അക്ഷരത്തിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തും നമുക്ക് അക്ഷരം സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തതിനു ശേഷം അവയെ സെലക്ട് ചെയ്ത് ഇവിടെയുള്ള കോപ്പി എന്ന ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് അവയെ കോപ്പി ചെയ്ത് ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ക്യാരക്ടർ മാപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കോപ്പി ചെയ്യാം. ഇതുപോലെ കോപ്പി ചെയ്തതിനു ശേഷം നമുക്ക് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാം. ഇവിടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത മലയാളം എന്ന ടെക്സ്റ്റ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിന്റെ വലിപ്പവും കൂട്ടാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ ക്യാരക്ടർ മാപ്പ് ഉപയോഗിച്ച് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്.